മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, പട്ടാമ്പി, കുട്ടനാട്, കൊപ്പം ആൻഡ് കാച്ചേരി. മലപ്പുറം ജില്ലയെ തീവ്രവാദികളുടെ നാടായി ചിത്രീകരിക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരാണ് മാർച്ചിൽ പങ്കെടുത്തത്. മാർച്ച് ട്രാഫിക് ജംഗ്ഷനിൽ സമാപിച്ച ശേഷം നടന്ന പ്രതിഷേധ യോഗം വെൽഫെയർ പാർട്ടി ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ PR ടീമുകൾ സംഘപരിവാറിന് വേണ്ടിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും സമകാലിക സംഭവങ്ങൾ ഇത് വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന PR ഏജൻസികൾ വരെ സംഘപരിവാറിന് വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇത് തെളിയിക്കുന്നത്. കാരണം എന്താ? മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രി കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ഈ പറയുന്ന സംഘപരിവാറിന് അനുകൂലമായ നിലപാട് എഴുതി ചേർക്കണമെങ്കിൽ ആരെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിന് ഇതിനപ്പുറം വല്ലൊരു ഉത്തരവും നമുക്ക് വേണോ? പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദുവിൽ കൊടുത്ത ഇന്റർവ്യൂ മാത്രമല്ലല്ലോ, മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ മാത്രമല്ലല്ലോ പ്രശ്നം. അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞത്? അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് മലപ്പുറത്ത് ഈ പറയുന്ന സ്വർണം കള്ളക്കടത്തും ഹവാല ഇടപാടുകളും ഒക്കെ നടത്തിക്കൊണ്ട് തീവ്ര സ്വഭാവമുള്ള ആളുകളിലേക്കാണ് അതിന്റെ പണം എത്തുന്നത് എന്ന് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് അത്തീഖ് ശാന്തപുരം പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അഷ്റഫ് അലി കട്ടുപാറ, മണ്ഡലം സെക്രട്ടറി നൌഷാദ് അലി ഏലംകുളം, FITU ജില്ലാ സെക്രട്ടറി ME ഷുക്കൂർ, PK ഹൈദർ, മൊയ്തീൻകുട്ടി താഴേക്കോട്, PT അബൂബക്കർ, PK ജലീൽ, T അമീർ, ഖാലിദ് വേങ്ങൂർ, ബാബു മേലാറ്റൂർ തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.